ഇന്നത്തെ ലേഖനവും സുവിശേഷവും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് തുറന്ന കണ്ണുകളുണ്ടെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കാഴ്ച മൂടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചാണ്. പൗലോസിൻ്റെ കണ്ണുകൾ, സൗളിൻ്റെ കണ്ണുകൾ തുറന്നു തന്നെയായിരുന്നു, പക്ഷേ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈശോ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തിട്ടും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ആത്മീയ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ പ്രതിസന്ധിയാണ്. പൗലോസ് സാവൂൾ ആ കാലത്ത് ഏറ്റവും നല്ല ആത്മീയ ജീവിതം നയിച്ച ആളാണ്. അയാളുടെ കണ്ണുകൾ തുറന്നാണ് ഇരുന്നത്, പക്ഷേ അയാൾക്ക് ക്രിസ്തുവിനെ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല. ഈശോയുടെ കൂടെ ശിഷ്യന്മാർ ജീവിച്ച രണ്ടുപേരാണ്. അവരുടെ കണ്ണുകൾ തുറന്നാണ് ഇരുന്നത്, പക്ഷേ പെസഹ രഹസ്യത്തിൻ്റെ റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഈ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കണ്ണുകൾ തുറന്നിരുന്നാൽ മാത്രം പോരാ. നമുക്ക് കുതിരപ്പുറത്തു നിന്നൊരു വീഴ്ച ഉണ്ടാകണം. നമുക്കൊരു വീഴ്ചയും പരാജയമൊക്കെ ഉണ്ടാകണം. ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വരം കേൾക്കണം. അപ്പോൾ സഭയിൽ അയാൾ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുകയും വേണം.